സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഫാദർ, പിതാവ്. എത്ര പേർക്ക് പിതാവുണ്ട്? കൈ ഉയർത്തുക. പിതാവില്ലാത്ത മക്കൾ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? പിതാവ് ജീവിച്ചിരിക്കുന്ന ആളുകൾ കൈകൾ ഉയർത്തുക. എത്ര പേര് പറയുന്നുണ്ട് ഞങ്ങളുടെ പിതാവ് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന്? നിങ്ങൾക്ക് പിതാവ് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? എത്ര പേർ നിങ്ങളുടെ പിതാവിന് ഗ്രീറ്റിംഗ്സ്, ഫാദേഴ്സ് ഡേ ഗ്രീറ്റിംഗ്സ് അയച്ചു? എല്ലാവർക്കും പിതാവുണ്ട്, എന്നാൽ ഫാദേഴ്സ് ഡേയിൽ പോലും പിതാവിന്റെ കാര്യം ഓർക്കില്ല. ശരിയല്ലേ? ഈ ലോകത്തിൽ ആദ്യം മറന്നു പോകുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത് പിതാവിനെയും രണ്ടാമത് മാതാവിനെയും ആകുന്നു. പിന്നീട് വിട്ടുപിരിയുന്നത് ഭാര്യയെ ആണ്. പിന്നീട് ഇവർ അനുഭവിക്കുന്ന ആരിൽ കൂടിയാണ്? മക്കളിൽ കൂടി. ഇങ്ങനെ ചെയ്യുന്നവർക്ക് അതുതന്നെയാണ് ഫലം. ശരിയല്ലേ? ഫാദേഴ്സ് ഡേ എന്ന പേരിൽ പിതാക്കന്മാരെ ഓർക്കുന്നതിന് വേണ്ടി ഒരു ദിവസം ആരോ വെക്കുകയുണ്ടായി. വേദപുസ്തകം പറയുന്നു, നീ ദീർഘായുസ്സോടിരിക്കേണ്ടതിന് നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കൂ. ജ്ഞാനമുള്ള മകൻ പിതാവിനെ സന്തോഷിപ്പിക്കും. നിന്റെ പിതാവിന്റെ ശിക്ഷയെ നീ തള്ളിക്കളയരുത്. ശിക്ഷിക്കപ്പെടാത്ത ഒരു പിതാവ് നല്ല ഒരു പിതാവ് അല്ല. ശാസിക്കാതെ, ശിക്ഷിക്കാതെ, സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ കൊഞ്ചിച്ച് അച്ചടക്കത്തിൽ വളർത്തുന്നില്ല എങ്കിൽ ആ പിതാവ് ശരിയായ പിതാവ് അല്ല. വേദപുസ്തകത്തിൽ നോക്കിയാൽ അനേകം പിതാക്കന്മാരെ കാണും. പ്രധാനമായി രാജാക്കന്മാരുടെ ചരിത്രം. രാജാക്കന്മാരെ കാണാൻ 42 രാജാക്കന്മാർ. അവർക്കെല്ലാവർക്കും പിതാക്കന്മാർ ഉണ്ട്. അവരുടെ ചരിത്രങ്ങൾ നന്നായി പരിശോധിക്കുകയാണെങ്കിൽ ഒരു പിതാവെങ്കിലും ശരിയായ പിതാവായിട്ടുണ്ട് എന്ന് നോക്കിയാൽ കുറെ നാൾ നന്നായി പ്രവർത്തിച്ചിട്ട് പിന്നീട് പിന്മാറിപ്പോയവരെ കാണാം. കുറെ വർഷങ്ങൾ തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ച് അവസാനം തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയ ആളുകളെ, ഇങ്ങനെയുള്ള പിതാക്കന്മാരെയാണ് കാണുന്നത്. എന്നാൽ ഒരു പൂർണ്ണമായ പിതാവിനെ കാണാൻ കഴിയുന്നില്ല. ഞാൻ നോഹയുടെ കാര്യം ഓർത്തപ്പോൾ നോഹ ഒരു നല്ല പിതാവാണല്ലോ എന്ന് ഓർത്തു. തൻ്റെ 3 മക്കളെയും അതുപോലെ മരുമക്കളെയും അനുസരണത്തോടെ വളർത്തി. ലോകം മുഴുവൻ നശിച്ചു പോയതായ സമയത്ത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം അവർ ആത്മീയമായി ജീവിക്കുവാനിടയാക്കിയല്ലോ. നോക്കുമ്പോൾ അവിടെ വരെയും നല്ലതാണ്. വളരെ കഷ്ടപ്പെട്ടാണ് കാര്യങ്ങൾ നടത്തിയത്. ഭൂലോകത്തിലെ ജനങ്ങൾ മുഴുവൻ നശിച്ചു പോയിരിക്കുന്നു. എല്ലാവരും നശിച്ച മാർഗത്തിൽ ജീവിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ തൻ്റെ മക്കളെ ലോകത്തിലേക്ക് തിരിയാതെ, പാപത്തിൽ വീഴാതെ വളർത്തിയത് നോക്കുമ്പോൾ, അവരുടെ വിവാഹം കഴിഞ്ഞ ശേഷവും മാതാപിതാക്കളുമായി ഒരുമിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ദൈവത്തിൻ്റെ ഹിതപ്രകാരം ചെയ്തതായ പദ്ധതിയിൽ അവരും ചേർന്ന് സഹകരിച്ചത് നോക്കുമ്പോൾ അതിനേക്കാൾ മറ്റൊരു ഭാഗ്യം ഇല്ല. അവസാനം ചെറിയൊരു കുഴപ്പം കാണിച്ചു. പ്രളയം കഴിഞ്ഞതിന് ശേഷം, വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞ് കൃഷി ചെയ്യുവാൻ വേണ്ടി ആരംഭിച്ച ശേഷം, മുന്തിരിത്തോട്ടം കൃഷി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആ വീഞ്ഞ് കുടിക്കാനിടയായി. അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ കുടിച്ചെന്നറിയില്ല. ഇത് കുടിക്കാൻ നല്ല രസമാണ്, നല്ല മധുരവും പുളിയുമൊക്കെയുണ്ട്. അങ്ങനെ അത് വയറ് നിറച്ച് കുടിക്കാനിടയായി. എന്തു സംഭവിച്ചെന്നറിയില്ല. കുടിച്ച് നഗ്നനായി കിടന്ന സമയത്ത് ഒരു മകൻ അത് കാണുകയും ഒരാൾ നോക്കിയിട്ട് പരിഹസിച്ചിട്ട് മറ്റേ ആളോട് ചെന്ന് പറയുകയും അവർ രണ്ടുപേരും വന്ന് വസ്ത്രം ഉടുപ്പിക്കുവാൻ ഇടയായി. താൻ എഴുന്നേറ്റ ശേഷം ഈ വിഷയം അറിയുകയും തൻ്റെ നഗ്നത കണ്ട് പരിഹസിച്ച ആ മകനെ അദ്ദേഹം ശപിക്കുകയും ചെയ്തു. വീണ്ടും ഒരു ശപിക്കപ്പെട്ട വംശം ഉണ്ടാവുകയാണ്. പിതാക്കന്മാർ ഒരിക്കലും തങ്ങളുടെ മക്കളെ ശപിക്കാൻ പാടില്ല. മക്കൾ തെറ്റു കാണിക്കുമ്പോൾ അതിൽ പിതാവിനും ഒരു പങ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്.
നഗ്നത കണ്ടിട്ട് പരിഹസിച്ചതായ മകനെ ശപിച്ചു. എന്നാൽ താൻ കുടിക്കാൻ പാടില്ലാത്ത മദ്യം കുടിച്ച് താൻ മൂലമാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായത് എന്നുള്ള കാര്യം ഓർക്കുന്നില്ല. അതുകൊണ്ട് ഓരോ പിതാവും വിവാഹം കഴിഞ്ഞിട്ട് പിതാവായതിനു ശേഷം, ഇന്ന് അനേകം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാൽ തന്നെ അവർ മാതാപിതാക്കളാകുന്നു. അപ്പോൾ വരെയും ബാച്ചിലറായി ജീവിച്ചിരുന്നതായ അവർ അത്രയും നാൾ സ്റ്റുഡൻസായിട്ട് ബാച്ചിലറായിട്ട് ജീവിച്ചിട്ട് ഉടൻ തന്നെ അവരെ വിവാഹം കഴിക്കുകയും 9-10 മാസങ്ങൾക്ക് ഉള്ളിൽ തന്നെ മാതാപിതാക്കളാകുകയും ചെയ്യുന്നു. പിതാവാകുന്നവരുണ്ട്. പിതാവായി ജീവിക്കുന്നത് എത്ര ഉത്തരവാദിത്വമുള്ള കാര്യമാണെന്നറിയാമോ? പിതാവായിരിക്കുവാൻ എത്രമാത്രം ഒരുങ്ങണം എന്നുള്ള കാര്യം അറിയാമോ? പിതാവായി എന്നുണ്ടെങ്കിൽ നീ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടു എന്നതറിയാമോ? ഓരോ പിതാക്കന്മാരും, ഇവിടെ ഇരിക്കുന്നവരിൽ പിതാക്കന്മാരായവർ, ഞങ്ങൾക്ക് കുട്ടികളുണ്ടെന്ന് പറയുന്നവർ എത്രയുണ്ട്? കഴിഞ്ഞ ദിവസം മദേഴ്സ് ഡേ കഴിഞ്ഞു പോയില്ല. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സഹോദരിമാരെ പരിഗണിക്കാം. എവിടെയാണ് പിതാക്കന്മാർ? പിതാക്കന്മാരെല്ലാവരും കൈകൾ ഉയർത്തിക്കാട്ടെ. 50% പേരേ ഉള്ളൂ പിതാക്കന്മാർ. ബാക്കിയുള്ളവരെല്ലാം യൗവനക്കാരാണോ? വിവാഹം കഴിക്കാത്തവരാണോ? നിങ്ങൾ കൈ ഉയർത്തു. വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം നടക്കും. വിവാഹം കഴിഞ്ഞവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. അങ്ങനെ നിങ്ങളും പിതാക്കന്മാരാകും. അതുകൊണ്ട് നിങ്ങളും ഈ കാര്യം കേൾക്കുക. നിങ്ങൾക്ക് വേണ്ടി ഉള്ളത് അല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എല്ലാ വ്യക്തികളും ശ്രദ്ധിക്കുക. പിതാവായതിനു ശേഷം നിങ്ങളുടെ ആ ജീവിതം, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ സംസാരം എല്ലാം നിങ്ങളുടെ മക്കളിൽ വളരെ സ്വാധീനം ചെലുത്തുമെന്നത് അറിയാമോ? നീ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതറിയാതെ തന്നെ നിങ്ങളുടെ മക്കളിലേക്കും അത് വ്യാപരിക്കുമെന്ന് മനസ്സിലാക്കി, എൻ്റെ മക്കൾ നന്നായിരിക്കണമെന്ന്, എൻ്റെ മക്കൾ വലിയവരാകണമെന്ന്, അതുപോലെ എൻ്റെ മക്കൾ ദൈവത്തിൻ്റെ കയ്യാൽ അനുഗ്രഹം പ്രാപിച്ചവരായി മുൻപോട്ട് ജീവിക്കണമെന്ന് ആശിക്കുന്ന ആളുകൾ ഒന്നാമതായി നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതാണ്. നീ കല്യാണത്തിന് മുൻപ് എങ്ങനെയാണോ ജീവിച്ചത്, വിവാഹശേഷവും ബാധ്യതയുള്ളവനായി ഉത്തരവാദിത്തമുള്ളവനായി ജീവിക്കുന്നുണ്ടോ? എന്നാൽ ഒരു പ്രാവശ്യം നീ പിതാവാകുന്നു എന്നുള്ള വിഷയം മനസ്സിലാക്കിയ അതിനുശേഷം നിന്റെ ജീവിതം വളരെയധികം നിന്റെ കുടുംബത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതായ വിഷയം ഓർക്കണം. കുടുംബത്തിൻ്റെ ശിരസ് പുരുഷനാകുന്നു. ഓരോ പുരുഷനും ആ കുടുംബത്തിൻ്റെ യജമാനനാണ്. തൻ്റെ ഭാര്യയ്ക്ക് യജമാനനാണ്. തൻ്റെ മക്കൾക്ക് രക്ഷകർത്താവാണ്. അതായത് സംരക്ഷിക്കുന്നവൻ, വളർത്തുന്നവൻ, കാക്കുന്നവൻ, ആശ്വസിപ്പിക്കുന്നവൻ. കുഞ്ഞുങ്ങളെ നല്ലതായിട്ട് വളർത്തി വലുതാക്കേണ്ട വ്യക്തികൾ. ഇന്ന് അനേകം പിതാക്കന്മാർ ഉത്തരവാദിത്തം ഇല്ലാതെ ജീവിക്കുന്നത് കൊണ്ട് അച്ചടക്കമില്ലാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നു. കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായ ശേഷം അല്ലെങ്കിൽ കൗമാരപ്രായത്തിൽ എത്തിയതിനു ശേഷം ചില മാതാപിതാക്കന്മാർ അവരെ അനുസരണം പഠിപ്പിക്കുന്നു, അവരെ ശിക്ഷണം പഠിപ്പിക്കുന്നു, അവരെ അനുസരണയോടെ വളർത്തുവാൻ അപ്പോഴാണ് അവർ പരിശ്രമിക്കുന്നത്. അത് നല്ലതല്ല. ടു ലേറ്റ്. നിങ്ങൾ ഒരുപാട് താമസിച്ചു പോയി. അടയ്ക്ക മടിയിൽ വെക്കാം. അടയ്ക്കാമരം അങ്ങനെ വെക്കാൻ കഴിയുമോ? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ട് മാറുകയില്ല. ഒരു ഏകദേശം 4-5 വയസ്സ് വരെയും മാതാവിൻ്റെ സ്വാധീനം കുഞ്ഞുങ്ങളിൽ വരാനിടയാകും. 4 വയസ്സ് വരെ അല്ല, 3 വയസ്സ് വരെ ആയിരിക്കും ചിലപ്പോൾ. അതിനുശേഷം പിതാവിൻ്റെ സ്വാധീനമാണ് കുഞ്ഞുങ്ങളിൽ കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ 3 വയസ്സ് പ്രായം മുതൽ തന്നെ പിതാക്കന്മാർ പരിഗണിക്കണം. പിതാവെന്ന് പറയുമ്പോൾ എപ്പോഴും ശാസിക്കുന്നവൻ, തല്ലുന്നവൻ, വഴക്ക് പറയുന്നവൻ, വേണ്ട എന്ന് പറയുന്നവൻ എന്നത് ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വീണു കഴിഞ്ഞാൽ അവർ വളർന്ന് വലുതായാലും അത് മനസ്സിൽ നിന്ന് മാറുകയില്ല. എന്തുകൊണ്ടാണ് ഈ കാലത്ത് യൗവനക്കാർ മാതാപിതാക്കളെ അറിയിക്കാതെ തന്നെ വിവാഹം കഴിക്കാറുള്ളത്?
മാതാപിതാക്കൾ വളർത്തി വലുതാക്കിയ മക്കൾ അവരിൽ ആശ്രയിച്ചു നിന്നിട്ട് അവർ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് അവരുടെ തണലിൽ തന്നെ ജീവിച്ചുകൊണ്ട്, അവരുടെ കുടുംബത്തിൽ അവരോടൊപ്പം തന്നെ ജീവിച്ചുകൊണ്ട്, അവരുടെ മനസ്സ് ആ മാതാവിനോടാകട്ടെ പിതാവിനോടാകട്ടെ ഒരിക്കലും തുറന്ന് പറയാതെ, വെളിപ്പെടുത്താതെ, വെളിയിൽ ചെന്നിട്ട് ലോകക്കാരായ സ്നേഹിതരോട് അല്ലെങ്കിൽ വെളിയിലുള്ള മറ്റാരോടെങ്കിലും ബന്ധം പുലർത്തിക്കൊണ്ട് വീട്ടിൽ വരുന്ന സമയത്ത് ബുദ്ധിമാനായി വളരെ അനുസരണമുള്ള വ്യക്തിയായി നടിക്കുന്ന അഭിനേതാക്കൾ ഇന്ന് അധികമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മെ അനുസരിക്കാനാണെന്ന് നാം നോക്കുന്നത്. ദൈവത്തെ അവർ അനുസരിക്കുന്ന കാര്യം നാം ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ ഇഷ്ടപ്രകാരം അവർ ആയിരിക്കണമെന്നും നമ്മുടെ ആഗ്രഹപ്രകാരം അവർ ആയിരിക്കണമെന്നുമാണ് നാം ആഗ്രഹിക്കുന്നത്. അവർ ദൈവത്തിന്റെ ഹിതപ്രകാരം വളർത്തിയെടുക്കേണ്ടതാണ്. ദൈവത്തിന്റെ പദ്ധതികൾ അവരുടെ ജീവിതത്തിൽ നിറവേറ്റിക്കൊടുക്കണം. അത് നാം ആലോചിക്കുന്നില്ല. അതുകൊണ്ട് ഈ കാലത്ത് അനേകം യൗവനക്കാരും വീട്ടിൽ നിന്ന് വരുന്നതായ കുട്ടികളും UKG LKGയിലുള്ളതായ സ്റ്റുഡൻസും അവർ കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ രീതികളെല്ലാം നോക്കിയാൽ അവരുടെ വിഷയങ്ങൾ എന്തെങ്കിലും പുറത്തറിയുകയാണെങ്കിൽ പിന്നെ മാതാപിതാക്കളെ ശത്രുക്കളെ പോലെയാണ് കാണുന്നത്. പിതാവിനെ ശത്രുവിനെ പോലെ കാണുന്ന എത്രയോ ആളുകളുണ്ട് ഇന്ന്. എൻ്റെ പിതാവിൻ്റെ മുഖം കാണുന്നതിന് എനിക്കിഷ്ടമല്ലെന്ന് പറയുന്നവരുണ്ട്. ആ യൗവനക്കാരനെ നാം അനുസരിപ്പിക്കുന്നതിന് മുൻപായിട്ട് ആ പിതാവിൻ്റെ പ്രവർത്തനങ്ങൾ, പിതാവിൻ്റെ രീതികൾ എത്രമാത്രം ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി എന്നത് നാം ശ്രദ്ധിക്കണം. പിതാവ്, നല്ലൊരു പിതാവ് സ്നേഹിക്കുന്നവനാണ്. എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്ന സ്നേഹം അല്ല, അല്ലെങ്കിൽ നല്ല നല്ല ഡയലോഗോട് കൂടിയതായ ഐ ലവ് യു മൈ സൺ, ഐ ലവ് യു മകളെ എന്ന മധുരമുള്ള വാക്കുകൾ കൊണ്ട് സ്നേഹിക്കുന്നത് അല്ല. ആ കുഞ്ഞിനെ സ്നേഹിച്ച് പിതാവ് താൻ സ്നേഹിക്കുന്നതായ മകനെ എന്താണ് പഠിപ്പിക്കുമെന്നാണോ? ശിക്ഷിക്കാതെ, കോപം ഉയർത്താതെ, എന്താണ്, നിന്റെ ശിക്ഷയല്ല, നീ കൊടുക്കുന്ന ശിക്ഷയല്ല, നിനക്കിഷ്ടമുള്ളതുപോലെ ശിക്ഷിക്കരുത്. കർത്താവിൻ്റെ ശിക്ഷ എപ്പോഴും ഉചിതമായതായിരിക്കും. നിനക്ക് സഹിക്കാൻ കഴിയുന്നതിലും അധികമായി അവൻ നിന്നെ ശിക്ഷിക്കുകയില്ല. കോപത്തോടെ ശിക്ഷിക്കുന്നത് വേറെയാണ്, സ്നേഹത്തോടെ ശിക്ഷിക്കുന്നതും വേറെയാണ്. ദാനിയേൽ എന്ന ഒരു ദേവദാസനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, എടാ ഇവിടെ വാടാ, കൈ നീട്ടു എന്ന് പറഞ്ഞ് അവിടെ ഒരു വലിയ വടി വെച്ചിട്ടുണ്ട്. ആ കുട്ടി തെറ്റ് ചെയ്യുന്ന സമയത്ത് വടിയെടുത്തിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എത്ര അടിയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ്. ഇവൻ കള്ളം പറഞ്ഞു, എത്ര അടിയാണ് കൊടുക്കേണ്ടത്? ഇവൻ ഗ്ലാസ് തല്ലിപ്പൊട്ടിച്ചു, എത്ര അടി കൊടുക്കണം? വീട്ടിലേക്ക് സമയത്തിന് വന്നിട്ടില്ല, എത്ര അടി കൊടുക്കണം? പറഞ്ഞ വാക്ക് കേൾക്കുന്നില്ല, എത്ര അടി കൊടുക്കണം എന്ന് ചോദിച്ചിട്ട് കർത്താവ് 2 അടി കൊടുക്കാൻ പറഞ്ഞാൽ അതനുസരിച്ച് ആ കുട്ടിയെ ശിക്ഷിക്കുമായിരുന്നു. ഈ സമയത്തിനുള്ളിൽ കോപമെല്ലാം തണുത്തു പോയിട്ട് എന്താണ്, ചെറുതായിട്ടൊന്ന് അടിച്ചാലുടൻ തന്നെ ആ കുഞ്ഞിന്റെ നിലവിളി കേൾക്കുമ്പോൾ, മോനെ ഇനി നീ ചെയ്യരുത് എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അവനെ ശിക്ഷിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ അങ്ങനെയല്ല. കയ്യിൽ കിട്ടുന്നത് വെച്ചിട്ട് സെൽഫോൺ എടുത്തിട്ട് അടിക്കുകയാണ്. അങ്ങനെ ഫോൺ പൊട്ടിപ്പോകുമ്പോൾ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കും. കുഞ്ഞിന് വേദനിച്ച പ്രശ്നമല്ല, ഫോൺ പൊട്ടിപ്പോയ വിഷമമാണ് നിനക്ക്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 5-ാം വാക്യം മുതൽ വായിക്കാം. മകനേ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടു എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. നോക്കുക, വചനം എന്താണ് ഇവിടെ പറയുന്നത്? പിതാവ് ശിക്ഷിക്കാത്തതായ മകൻ ആരാണുള്ളത്? പിതാവ് മക്കളെ സ്നേഹിക്കുന്ന സമയത്ത് ശിക്ഷിക്കും, ശാസിക്കും.
ആ ശാസനയിൽ നിങ്ങൾ മുഷിയരുത്. ആ ശിക്ഷയും ശാസനയും നിങ്ങൾ തള്ളിക്കളയാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ അവൻ്റെ ശാസനയിൽ മുഷിഞ്ഞിട്ട് ശിക്ഷയിൽ മുഷിഞ്ഞിട്ട് തള്ളിക്കളയുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല എന്ന് പറയുന്നു. കൗലിടയന്മാരത്രേ. അതിൻ്റെ മറ്റൊരർത്ഥം വേശ്യയുടെ സന്തതി എന്നാണ്. അങ്ങനെയുള്ളൊരു സന്തതിക്ക് പിതാവാരാണെന്ന് അറിയാൻ കഴിയുമോ? അനേകം ആളുകളോടൊപ്പം വേശ്യാസ്ത്രീ ആയിരിക്കുന്നത് കൊണ്ട് തൻ്റെ കുഞ്ഞിൻ്റെ പിതാവ് ആരാണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആർക്കും തന്നെ മുൻപോട്ട് വന്നിട്ട് ധൈര്യമായി എൻ്റെ കുഞ്ഞിതാണ്, അതുകൊണ്ട് ഇവനെ ഞാൻ ശിക്ഷിക്കും എന്ന് പറയാൻ കഴിയുകയില്ല. 9-ാം വാക്യം, നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. അങ്ങനെയെങ്കിൽ ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? പാസ്റ്റർ, എന്താണ് ഞങ്ങളെ ഭരിക്കുന്നത് ചിലർ ചോദിക്കും. നമുക്ക് ജഡസംബന്ധമായ പിതാവ് ഉണ്ടായിരിക്കുന്നത് പോലെ ദൈവം വിശ്വാസികൾക്ക് പിതാവിനെ കൊടുത്തു. അബ്രഹാം എന്ന പിതാവിനെ വിശ്വാസികൾക്ക് അവരെ നേരെ വഴിയിൽ നടത്തേണ്ടതിന്, ഉപദേശിക്കേണ്ടതിന്, ശാസിക്കുന്നതിന് വേണ്ടി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ദൈവദാസന്മാരെ ദൈവം കൊടുത്തു. നിങ്ങളുടെ ആത്മീയ പിതാക്കന്മാരായിരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളുടെ കണക്ക് പറയേണ്ടവനാണ്, ജഡസംബന്ധമായ പിതാവല്ല. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ സംബന്ധിച്ച് പിതാവായി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. അടുത്ത വാക്യം, നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനു വേണ്ടിയാണ് ശിക്ഷിക്കുന്നത്. നാം വിശുദ്ധരായിരിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായിട്ടാണ് ശിക്ഷിക്കുന്നത്. പരിശുദ്ധരായി തീരണമെന്നുണ്ടെങ്കിൽ നുറുക്കപ്പെടണം. നമ്മുടെ സ്വാർത്ഥ സ്വഭാവം ക്രൂശീകരിക്കണം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു പിതാവുണ്ട്, നിത്യനായ പിതാവ്, നമ്മെ വീണ്ടെടുത്തതായ കർത്താവ്. നല്ല പിതാവിനായുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് മുടിയനായ പുത്രനെ അറിയാമല്ലോ. അവൻ തിരിച്ചു വന്നപ്പോൾ ചേർത്ത ആ പിതാവാണ്. സ്വർഗീയ പിതാവിന്റെ സ്വഭാവം ആണ് അതിലൂടെ കാണുന്നത്. പിതാവ് സ്വാതന്ത്ര്യം കൊടുത്തു. പിതാവ് മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. സ്വാതന്ത്ര്യം കൊടുത്ത് വിട്ടുകളയരുത്. സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ഉപദേശിച്ച് വഴി കാണിച്ചു കൊടുത്ത് പരിശീലിപ്പിച്ച് ആ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ശരിയാക്കിയെടുക്കണം. ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. എന്നാൽ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മോനെ, നീ എടുത്തു, ആവശ്യമുള്ളതൊക്കെ എടുത്തു. അലമാരയുടെ താക്കോലൊക്കെ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമില്ല, മകൻ്റെ കയ്യിൽ കൊടുക്കണം. മോനെ, നീ നോക്കിക്കോ. മോനെ, താക്കോൽ അവിടെ ഇരിപ്പുണ്ട്, നീ എടുത്തു, നീ ധൈര്യമായിട്ട് എടുത്തു. അപ്പാ, എന്താണിത്? 2000 രൂപ എന്നെഴുതിയ ഒരു പേപ്പർ കാണുന്നു. മോനെ, അത് ലോൺ എടുത്തതിൻ്റെ മുദ്രപത്രമാണ് കാണുന്നത്. ഇത് ലോക്കർ വെച്ചിട്ട് ലോക്ക് ചെയ്തപ്പോൾ ഇവൻ അത് പണമാണെന്നാണ് വിചാരിച്ചത്. മോനെ, ഞാൻ മരിച്ചുപോയാൽ നീയാണിതെല്ലാം അടയ്ക്കേണ്ടത് എന്ന് പറഞ്ഞേക്ക്. അതുകൊണ്ടാണ് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. നീയും ആ രീതിയിൽ നടക്കേണ്ടതാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യം കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. മോനെ, കാശില്ലെന്ന് പറയുമ്പോൾ ഒരുവൻ പറയുകയാണ് അത് പപ്പയുടെ ഡയലോഗാണെന്ന്. എന്തു പറയും? പപ്പടയിൽ കുറെ കാശുണ്ട്, എനിക്കറിയാം. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളുടെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കടബാധ്യതയുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം. കടബാധ്യത്തിന്റെ കാര്യം കുഞ്ഞറിഞ്ഞാൽ അവനെന്താണ് ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. അവൻ പഠിക്കില്ല എന്ന് വിചാരിക്കരുത്. അവൻ തീർച്ചയായും പഠിക്കാനിടയാകും. കടമുണ്ടെങ്കിൽ അവന് ഉത്തരവാദിത്വം ഉണ്ടാകും. എങ്ങനെയെങ്കിലും കുടുംബത്തെ നയിക്കണമെന്നൊരു ടെൻഷൻ അവനുണ്ടാകും. മാതാപിതാക്കളുടെ മധ്യത്തിൽ ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം. രണ്ടുപേരും തുറന്ന് സംസാരിക്കണം. അതുപോലെ കുഞ്ഞുങ്ങളുടെ ഇടയിലും. നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കണമെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിക്കണം. അവരോട് വഴക്കുണ്ടാക്കണമെങ്കിൽ വഴക്കുണ്ടാക്കിയോ, കുഴപ്പമില്ല. എന്നാൽ മനസ്സിലുള്ള കാര്യം പറഞ്ഞേക്കണം. അങ്ങനെ പറയുന്നില്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ അകലം ഉണ്ടാകും. അങ്ങനെ മനസ്സിൽ തന്നെ വെച്ചാൽ മനുഷ്യർ തമ്മിൽ അകലമുണ്ടാകുന്നു. അങ്ങനെയുള്ളവർ തൊട്ടടുത്തിരിക്കുകയാണെങ്കിൽ കൂടി അവർ ഏകദേശം ഒരു 100 കിലോമീറ്റർ ദൂരത്തിരിക്കുന്നത് പോലെയുള്ള അനുഭവം ആയിരിക്കും. ഇന്നതാണ് സംഭവിക്കുന്നത് കുടുംബങ്ങളിൽ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ, കുഞ്ഞുങ്ങളുടെ ഇടയിൽ. ലോകത്തിൽ ഏത് പിതാവിനെ നോക്കിയാലും പെർഫെക്റ്റായിട്ട് ആരെയും കാണാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ സ്വർഗീയ പിതാവ് പരിപൂർണനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിപൂർണരായിരിക്കൂ എന്ന് പറയുവാൻ കഴിയുന്നതായ സ്വർഗീയ പിതാവ് നമുക്കുണ്ട്.
ആ ദൈവവുമായിട്ട് എങ്ങനെ സഹവാസം ചെയ്യണം, ആ ദൈവവുമായി സഹവാസം ചെയ്ത് സ്വർഗത്തിൽ എങ്ങനെ വസിക്കണം, എങ്ങനെ പിതാവിന്റെ ഹിതം ചെയ്യണമെന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് മാതൃകയായി ജീവിച്ചു. യേശുക്രിസ്തു നല്ല ഒരു പുത്രനായിരിക്കുന്നു, നല്ലൊരു പിതാവിന്റെ സ്വഭാവവും അവൻ കാണിച്ചു. അതുകൊണ്ടാണ് ബൈബിൾ വായിക്കുന്ന ആളുകൾ തന്റെ മക്കളെ ദൈവത്തിന്റെ കൃപയിലും ദൈവത്തിന്റെ ശിക്ഷണത്തിലും ദൈവത്തിന്റെ സ്നേഹത്തിലും ദൈവത്തിന്റെ വചനപ്രകാരവും അവരെ വളർത്തി വലുതാക്കുവാൻ ഇടയാകും. ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റുവാനും അവർക്ക് കഴിയും. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. ദയവ് ചെയ്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ രണ്ട് കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ നോക്കണമേ കർത്താവേ. ഞങ്ങളെ സ്നേഹിച്ചു, നീ ഞങ്ങൾക്ക് മക്കളെ നൽകി. ആ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി ഇരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആ കുഞ്ഞുങ്ങളെ നിന്റെ പാദപീഠത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അവർ ഞങ്ങളിലല്ല നിന്റെ മേൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിത്യമായ പിതാവുണ്ട് എന്ന്, അവൻ സ്വർഗീയ പിതാവാകുന്നു, അവൻ കൃപയുള്ള പിതാവാകുന്നുവെന്ന്, അവൻ സർവശക്തനായ ഉന്നതനായ ദൈവമാകുന്നുവെന്ന്, നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവൻ നിറവേറ്റിത്തരുന്ന ദൈവമാണെന്ന് അവരോട് പറഞ്ഞവരെ നിന്റെ അടുക്കിലേക്ക് തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരു നല്ല മാതൃകയല്ലാത്ത പിതാക്കന്മാരെ ഇന്നു നീ ദർശിക്കണമേ കർത്താവേ. ഞങ്ങളുടെ വരുവാനുള്ള തലമുറയ്ക്കും ഞങ്ങൾ മാതൃകകളായിരിക്കേണ്ടതിനായി ആദാമിൽ കൂടി വന്ന പാപവും ശാപവുമല്ലാതെ വിശ്വാസത്തിൽ കൂടി ദൈവിക സ്നേഹം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും എല്ലാം ഉണ്ടാകുന്നതിനായി നിന്നോട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണമേ. കുഞ്ഞുങ്ങളെ കണ്ടിട്ട് അഹങ്കരിക്കുവാൻ, അതിശയിക്കുവാൻ, ആനന്ദിക്കുവാൻ ആ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുവാൻ നീ സഹായിക്കണമേ. വഴിതെറ്റി ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ നേരെ നടത്തണമേ. നിന്റെ സ്നേഹം വിട്ടുപോയവരെ കൈവിടരുതേ ദൈവമേ, നിന്നിൽ നിന്ന് അകറ്റിക്കളയരുതേ. അവരോട് നീ ക്ഷമിക്കുമാറാകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും നരകത്തിൽ പോകാൻ പാടില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കിയത് നരകത്തിൽ പോകുവാൻ വേണ്ടി അല്ല കർത്താവേ. അവർ നിന്റെ രാജ്യത്തിൽ അവകാശികളായി മാറണം, നിന്റെ ഹിതം ചെയ്യുന്ന വ്യക്തികളാകണം. അവർ ഞങ്ങളെക്കാൾ വലിയവരാകണം കർത്താവേ. നീ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അവർ എത്തിച്ചേരണം. നിന്റെ കൈകളിൽ ഉപയോഗിക്കപ്പെടുന്ന പാത്രങ്ങളായി അവർ മാറണം. ഞങ്ങളുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ ദൈവിക ശുശ്രൂഷയുമായി ഞങ്ങൾ മുൻപോട്ട് പോകുന്ന സമയത്ത് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് അന്ന് യോശുവ പറഞ്ഞതുപോലെ എല്ലാ പിതാക്കന്മാരും പറയുന്നതിനായിട്ട് കുടുംബമായി നിന്നെ അനുഗമിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ